കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിൽ കറുത്ത സ്പ്രേ അടിച്ച് പ്രതിഷേധം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങി. കണ്ണൂർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപമാണ് പ്രധാന 4 നേതാക്കളുടെ ചിത്രങ്ങളുള്ള ഫ്ലെക്സിൽ സ്പ്രേ അടിച്ചത്. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, സണ്ണി ജോസഫ് എന്നിവരുടെ ചിത്രങ്ങളെ ഒഴിവാക്കിയാണ് സ്പ്രേ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, തൃശ്ശൂരിൽ ഒരു CPM പ്രവർത്തകനാണ് ഒരു ഫ്ലെക്സ് കൊണ്ടുവയ്ക്കാമെന്ന് CCTV പിടിക്കപ്പെട്ടിരുന്നു. ഇതാരാ ചെയ്തത് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ മറ്റു 3 നേതാക്കളുടെയും ചിത്രങ്ങൾ ഒഴിവാക്കി കെ.സിയുടെ മുഖത്ത് മാത്രമാണ് സ്പ്രേ, അല്ലേ അർജുൻ കല്യാൺ? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട 4 നേതാക്കളുടെ ചിത്രങ്ങളാണ് ഫ്ലക്സ് ബോർഡിനകത്തുള്ളത്. അതിൽ കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രത്തിന് മുകളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കറുത്ത സ്പ്രേ പെയിൻറ് അടിച്ചിട്ടുള്ളത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ആരാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ കണ്ടെത്താനുള്ള മറ്റ് മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടിയും അത് മനസ്സിലാക്കുന്നത് കെ.സി. വിരുദ്ധ പക്ഷമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ച വളരെ കൊടുമ്പിരിയായി നടക്കുകയാണ്. ഇന്നലെയാണ് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ, മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. കെ. സുധാകരനെ ഉൾപ്പെടെ ഇന്നലെ കണ്ണൂരിൽ നിന്നും തിരിച്ചിരുന്നു. ആ സമയത്ത് കണ്ണൂർ എയർപോർട്ടിൽ കെ. സുധാകരനോട് പ്രതിഷേധം അറിയിക്കാൻ, അല്ലെങ്കിൽ കെ. സുധാകരനോട് താങ്കൾ കെ.സി. പക്ഷത്തെ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കരുത് എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി എല്ലാവരും എയർപോർട്ടിൽ എത്തണം എന്നുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഭാഗമായി, അതായത് കെ.സി. വിരുദ്ധ പക്ഷത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുരണനങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ് ഈ പറയുന്ന ഫ്ലക്സ് ബോർഡിലുള്ള ഈ സ്പ്രേ പെയിൻറ്റിൻ്റെ പ്രയോഗവും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും മറ്റ് നേതാക്കളുടെ മുഖത്ത് ഒന്നും തന്നെ ഈ കറുത്ത സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടില്ല. അവരെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും സണ്ണി ജോസഫിൻ്റെയും ചിത്രത്തിന്, അവരുടെ ചിത്രങ്ങൾക്ക് മുകളിൽ ഒരു തരത്തിലുമുള്ള കേടുപാടുകൾ വരുത്തിയിട്ടില്ല. കെ.സി. വേണുഗോപാലിൻ്റെ ചിത്രത്തിന് മുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു കറുത്ത സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടുള്ളത്. KPCC നേതൃത്വം ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം താഴെത്തട്ടുള്ള പ്രവർത്തകർക്കെല്ലാം നൽകിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആ നിർദ്ദേശത്തെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം ചില നീക്കങ്ങളും ഒക്കെ താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ പക്ഷം ഏതെങ്കിലും രമേശ് ചെന്നിത്തലയോട് ഈ പറയുന്ന സ്പ്രേ പെയിൻറ്റ് അടിച്ചവർക്കൊന്നും ഒരു വിരോധവുമില്ല, അല്ലെങ്കിൽ വി ഡി സതീശനോട് ഒരു വിരോധവുമില്ല. അത് ഏത് പക്ഷമാണെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും ഈ പ്രതിഷേധം ഉണ്ട് എന്നുള്ളത് താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. ഒരു വീണ്ടും സ്പ്രേ പ്രയോഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണല്ലേ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 8ാം നാളായി. നമ്മുടെ മുഖ്യമന്ത്രി എവിടെ?